എനിക്ക് ഈ ഫ്രൂട്ട്സുകളിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത ഫ്രൂട്ടായിരുന്നു ഒന്ന് വത്തക്ക പിന്നെ ഷമാമ എന്നുള്ളത് കേട്ടോ. പക്ഷെ ഇപ്പം അതൊക്കെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടോ. അതെങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. നമുക്കിഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു ഐറ്റം ഫുഡ് മറ്റൊരാൾ നല്ല ഇഷ്ടത്തിൽ കഴിക്കുമ്പോൾ നമുക്ക് തോന്നൂല ഇവരൊക്കെ ഇത് എങ്ങനെ കഴിക്കണേ എന്നുള്ളത്. പക്ഷെ റിയൽ ആയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആ ഫുഡിന്റെ റിയൽ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്. ഞാനത് കഴിക്കൂല, എനിക്കത് വേണ്ട, എനിക്കത് ഇഷ്ടമില്ലാത്ത ഫ്രൂട്ടാണ് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമില്ലാത്ത ഫുഡാണെന്ന് പറയണതിന് പകരം അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു ഐറ്റം ഇഷ്ടമാവും. അതിന്റെ തെളിവാണ് ഈ ഒരു വത്തക്ക എന്നുള്ളതും പിന്നെ ഷമാമ എന്നുള്ളതൊക്കെ കേട്ടോ. എനിക്ക് തീരെ ഇതിന്റെ ആ ഒരു ചൊവ ഇഷ്ടപ്പെട്ടിരുന്നേ ഇല്ല. പാലൊക്കെ കൂട്ടി ജ്യൂസ് അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, കഴിക്കും, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഞാൻ കഴിച്ചിരുന്നേ ഇല്ല. ഈ ഫ്രൂട്ടായിട്ടും ഞാൻ കഴിച്ചിരുന്നില്ല കേട്ടോ. നോമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വത്തക്ക എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ വത്തക്ക ഫേവറേറ്റ് ആവാൻ കാരണം നിഷാദിന്റെ ഫ്രണ്ടും ആണ്. നിഷാദിന്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് മൻസൂർ. ഓന് വത്തക്കയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ വണ്ടിയിൽ നിഷാദും പോയിരുന്നു കേട്ടോ ഡ്രൈവറായിട്ട്. ഓല് രണ്ടാളും പോയി കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ നല്ല വത്തക്ക കൊണ്ടുവരും. അത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു, നല്ല മധുരമുള്ള വത്തക്കയുണ്ടോ. അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു വത്തക്ക ഫാനായി. ഈ വത്തക്ക അതല്ല, വത്തക്കയുടെ പരിപാടിയൊക്കെ പോലെ നിർത്തി. ഇത് ഞാൻ വണ്ടി വന്നപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ വണ്ടി പോയി വന്നപ്പോഴത്തേക്കും ഞാൻ റെഡിയാക്കി കൊടുത്തതാണ്. അപ്പം ഞാനും കുടിച്ചു ഒരു ഗ്ലാസ്. അനുമോനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളവും ഫുഡൊക്കെ കൊടുത്ത് നേരെ നിഷാനെയും കൊണ്ട് കൊറിയർ ഓഫീസിൽ പോയി നമുക്കൊരു കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ നമ്മളൊരു ഗിവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. കൊറിയറൊക്കെ അയച്ച് തിരിച്ചു പോകുന്ന വഴി നമുക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും വയറിനാക്കണ്ടായില്ല. അപ്പോൾ ഈ ഒരു ജ്യൂസും പിന്നെ ഈ ഒരു ജ്യൂസും വാങ്ങി കുടിച്ചിട്ടോ. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കിടക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ കിടക്കാൻ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ എടുക്കണല്ലോ. ഈ ഒരു 3 പീസ് സെറ്റ് കണ്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഉറങ്ങാൻ നിൽക്കേണ്ടതിന്റെ വീഡിയോ എടുത്തിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഞാനിത് റിവ്യൂ എടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഇഷ്ടം കൊണ്ട് ഞാനിത് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. എനിക്ക് പൊതുവേ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ചേരൂല, അത് ഭംഗി ഉണ്ടാവില്ല എന്നൊരു തോന്നലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് എടുക്കലില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിഷാദ് എടുക്കാൻ അയക്കലില്ല കേട്ടോ. പക്ഷെ ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു 3 പീസ് നമുക്ക് 600 സംതിങ്ങിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമല്ലേ. ഞാൻ എന്തായാലും ഡ്രസ്സ് കൺഫേം ആക്കി എനിക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡ്രസ്സിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കാം. ടോപ്പിൽ ഓപ്പൺ ഒന്നും വരുന്നില്ല. അങ്ങനെ ഓപ്പൺ ഒന്നും വരാത്ത 3 പീസ് സെറ്റ് ഒക്കെ നല്ല ഹൈറ്റ് ഉള്ളവർ ഇടുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി കിട്ടുള്ളൂ. ഹൈറ്റ് വന്നിട്ട് എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടലുണ്ടാവില്ല. അപ്പോൾ പ്രാവശ്യം ഞാനത് അങ്ങോട്ട് എടുത്തുട്ടോ. ഈ വീട് നമ്മളെ തൊട്ട് ഓപ്പോസിറ്റ് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വെയിലൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ തേപ്പൊക്കെ കഴിഞ്ഞ സെറ്റ് ആയിരിക്കണ വീടാണ്. നമുക്ക് ആ വെയിലിന്റെ ഭംഗിയെ കണ്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ രാത്രി ഞങ്ങൾ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഇതേപോലെ ചില്ലിയാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ചില്ലിക്ക്. എന്താണെന്നറിയില്ല, അന്ന് കുറച്ച് കൂടുതൽ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. വേറെ ഒന്നുമല്ല, ഇടുന്ന മസാലേനെ കുറച്ച് ഓവറായിട്ട് ഇട്ടു. പിന്നെ നല്ല രീതിക്ക് കറിവേപ്പിലയും പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തക്കാളി കറി ആയിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കടന്നുറങ്ങി. വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.